നമുക്കിന്ന് ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കൂട്ടുകാരെ പറ്റി സംസാരിച്ചാലോ? ഇവർ തമ്മിൽ കുറേ നാളായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇന്ത്യ യു എസ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവരങ്ങ് തെറ്റി. എന്ത് പറ്റി? ഒരു ദിവസം ട്രംപ് പറഞ്ഞു ഇന്ത്യ ഇങ്ങോട്ട് റഷ്യയിൽ നമ്മുടെ ഓയിൽ വാങ്ങണ്ട, കാരണം ആ ഒരു ഓയിലിൻ്റെ കാശ് വെച്ചിട്ടാണ് അവർ റഷ്യ ഉക്രൈൻ വാർ ഫണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മോദി പറഞ്ഞു അയ്യോ പറ്റൂല, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. നമ്മുടെ ട്രംപ് മാമൻ അങ്ങ് ദേഷ്യം വന്നു. ആൾ പറഞ്ഞു ശരി എന്നാൽ ഇനി തൊട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് വിടുന്നുണ്ടോ അതിനൊക്കെ ഇനി ടാരിഫ് വയ്ക്കും, 25% ടാരിഫ് ഞാൻ വെക്കുമെന്ന് പറഞ്ഞു. 31 ജൂലൈയിലാണ് അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് എക്സ്പോർട്ട് ചെയ്താലും അവിടെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ മോദി ഒന്നും പറഞ്ഞില്ല, ഒന്നും പോയി സംസാരിച്ചില്ല. അപ്പോൾ പിന്നെയും ഈഗോ കയറി 6 ഓഗസ്റ്റിന് പറഞ്ഞു എന്നാൽ ശരി ഇങ്ങോട്ട് 27 തൊട്ട് 50% ടാരിഫ് വയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ മോദി അതേപോലെ തന്നെ ഇന്ത്യ പറഞ്ഞു നമ്മൾ താഴ്ന്നു കൊടുക്കൂല, പറ്റൂലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ട്രംപിന് നല്ല സൂപ്പർ ഈഗോ ആണ്. ആൾക്ക് ഭയങ്കര ഈഗോ ആണ്, ആൾ ഭയങ്കര സംഭവമാണ്, എല്ലാവരോടും ഒന്ന് സംസാരിക്കണം, അതാണ് ആളുടെ ഒരു ചിന്ത. പക്ഷേ മോദി ഇതൊക്കെ നടന്നിട്ടും അങ്ങോട്ട് പോയി സംസാരിക്കാനോ ഒരു പീസ് ടോക്ക് അതിനൊന്നും നോക്കിയില്ല. ഇപ്പോൾ ജപ്പാനിലത്തെ പ്രസിഡന്റ് പോയി സംസാരിച്ചു, യൂറോപ്യൻ യൂണിയൻ പോയി സംസാരിച്ച് ഇത് 15% കട്ടാക്കി. എന്തൊരു പറയണം, ഈ ചൈനയും യൂറോപ്പിലൊക്കെ ഇതേ സെയിം സംഭവം 0 ടാരിഫിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ അടുത്ത് മാത്രമാണ് ഇത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വേറൊരു റീസൺ, അതാണ് ബിസിനസ്. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിലും ഡിഫൻസ് എക്യുപ്മെൻ്റ് ഒക്കെ മേടിക്കുമ്പോൾ യു എസിന് മേടിക്കുന്നില്ലല്ലോ. അപ്പോൾ യു എസിൻ്റെ ഇത് നമ്മളിതൊക്കെ മേടിച്ചാലല്ലേ അവർക്ക് ഗുണമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഫേവറബിൾ ട്രേഡ് ഡീലിന് വേണ്ടിയിട്ട്. അതങ്ങ് നടക്കുന്നില്ല. അതിൻ്റെ ആ ഒരു ഈഗോ ആണ് ഈ കാണിക്കുന്നത്. സത്യത്തിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, അപ്പോൾ അതെങ്ങനെയെങ്കിലും നടത്തിപ്പിക്കണം, അതിനാണ് ഈ പെർസെൻറ്റേജ് ഒക്കെ കൂടി നടത്താൻ നോക്കുന്നത്. പക്ഷേ ഈ സംഭവം നടക്കുന്നില്ല. പക്ഷേ നമുക്കിതെങ്ങനെയൊക്കെയാണ് ഇമ്പാക്റ്റ് വരാൻ പോകണമെന്ന് വെച്ചാലേ, നമ്മൾ അങ്ങോട്ട് വയ്ക്കുന്ന ഗുഡ്സിൻ്റെ വില എക്സ്പെൻസീവ്. പക്ഷേ ഇത് മാക്രോ അല്ലല്ലോ, അതായത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. കാരണം ഇത് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന ഗുഡ്സിന് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരു കുഴപ്പമില്ല, അതായത് IT മേഖലയ്ക്കൊന്നും ഒരു പ്രശ്നവും പറ്റില്ല. GDP ആകെ 0.8% മാത്രമാണ് കുറവ് വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവില്ല, MSME, അവിടെ നിന്ന് US എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് അവർക്ക് കുറച്ച് നഷ്ടം വരും. ഇപ്പോൾ എടുത്ത് പറയാനാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് 55% കുറവ് വരും. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കെമിക്കൽസ്, ജെം, അതേപോലെ ജ്വല്ലറീസ്, ഇതിനൊക്കെയാണ് സെക്ടർ ബേസ്ഡ് ആയിട്ട് കുറച്ച് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇനി എന്ത് നടക്കും? പക്ഷെ മോദി വേറൊരു കാര്യം ചെയ്തു, അതായത് മോദി നേരെ പോയിട്ട് പുട്ടിനും അതേപോലെ തന്നെ ചൈന പ്രസിഡൻ്റായിട്ടുള്ള സി ആയിട്ട് കൈകോർത്തു. അപ്പോൾ അവരവർ കൈകോർത്തപ്പോൾ ട്രംപിന് പിന്നെയും ദേഷ്യം വന്നു. ഇപ്പോൾ ഇതാണ് നടക്കുന്നത് കറൻ്റ്ലി. അപ്പം ഈ അമേരിക്കയിൽ ഇവർക്കൊക്കെ ദേഷ്യം വന്നിട്ട് ഇവർ അപ്സെറ്റായിട്ട് പറഞ്ഞു ഇതൊരു ഷെയിമാണ്, കാരണം ഇപ്പം മോദി കൈകോർത്തത് ഒരു അതോറിറ്റേറിയൻ ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്താ നടക്കാൻ പോണേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതെങ്ങനെയൊക്കെ നമ്മൾ എഫക്റ്റ് ചെയ്യാം ഇനി?